ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. നമുക്കിന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെക്കുറിച്ച്, നാം തന്നെ സ്വയം സൃഷ്ടിക്കുന്ന ഭ്രമങ്ങളെക്കുറിച്ചും അതിൽ പെട്ടുപോകുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു ചെലന്തി ഇരുന്ന് വല കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? അതിൻ്റെ ഇരകളെ പിടിച്ച് അതിന് ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരിടത്ത് പമ്മിയിരിക്കും. പക്ഷേ നമ്മൾ എന്തിനാണ് നമ്മുടെ മനസ്സിൽ വലകൾ സൃഷ്ടിച്ചിട്ട് നാം തന്നെ ആ വലയിൽ ചെന്ന് കുരുങ്ങുന്നത്? ആലോചിച്ച് നോക്കൂ. നമ്മൾ തന്നെയല്ലേ നമ്മുടെ മനസ്സിൽ പലവിധ ചിന്തകൾ കൊണ്ട് എവിടെ നിന്നാണ് ആ വലകളുടെ കണ്ണികൾ എവിടേക്കാണ് പോയിരിക്കുന്നത്? നാം നിരന്തരം സമ്പർക്കപ്പെടുന്ന വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബന്ധങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ഒക്കെയാണ് ആ വലയുടെ കണ്ണികൾ അവിടേക്ക് ഇവിടേക്കൊക്കെ എറിഞ്ഞിട്ട് നമ്മൾ അതിന് ചുറ്റിനും നമ്മളുടെ ചിന്തകളാകുന്ന ആ വല ഇങ്ങനെ നെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ മനസ്സ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് അവിടുന്ന് കിട്ടിയില്ല, ഇവിടുന്ന് കിട്ടി, വേറൊരിടത്തുനിന്ന് കിട്ടുന്നില്ല, അങ്ങനെ നമ്മൾ ഒരു നെറ്റ്വർക്ക്, ഇതാണ് ശരിക്കും നെറ്റ്വർക്ക് കവറേജ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ തന്നെയാണ്. നമ്മുടെ മനസ്സാണ് നെറ്റ്വർക്കിൻ്റെ തുടക്കം. ആ ഓരോ കണ്ണികളും നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ ഈ കണ്ണികൾ എന്തിനാണ് നമുക്ക് തന്നത്? നാം ഇപ്പോൾ നമ്മുടെ ജീവിതം വളരെ മോശമാണ്, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് സമ്പത്തില്ല, അവർക്ക് ആരോഗ്യമില്ല, അങ്ങനെയൊക്കെ ഓർത്ത് നമ്മൾ വിഷമിക്കും. പക്ഷെ നാം വിഷമിക്കുമ്പോൾ നമ്മളാണോ അവരെ സൃഷ്ടിച്ചത്? നമ്മളാണോ അവരുടെ യഥാർത്ഥ സൃഷ്ടികർത്താവ്? ആണോ? ആലോചിച്ച് നോക്കൂ. യഥാർത്ഥത്തിൽ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച യഥാർത്ഥ ഏക പിതാവ് നമ്മുടെ ഭഗവാനാണ്. ഭഗവാൻ നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുമ്പോൾ ഭഗവാന് പൂർണ്ണമായിട്ടും പൂർണ്ണതയുള്ള ആളല്ലേ ഭഗവാൻ? അപ്പോൾ എല്ലാവരെയും പൂർണ്ണമായിട്ട് സൃഷ്ടിക്കാത്തത് എന്താണ് ഭഗവാൻ? അങ്ങനെ ആകുമ്പം ഭഗവാനില്ലേ ഹൃദയം വേദനിക്കുന്ന, അയ്യോ എൻ്റെ മകനെ ഞാൻ ഒരു ബുദ്ധിയില്ലാത്തവനായിട്ട് സൃഷ്ടിച്ചു, എൻ്റെ മകളെ ഒരു വികലാംഗയായിട്ട് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ അവർക്ക് വളരെ ദാരിദ്ര്യം കൊടുത്ത് സൃഷ്ടിച്ചു. ഇങ്ങനെ ഓരോന്നും ഭഗവാനില്ലേ വിഷമിക്കേണ്ടത്? എന്നിട്ട് ഭഗവാന് വിഷമമുണ്ടോ? ഉണ്ട്. ഭഗവാൻ എങ്ങനെയാണ് ആ വിഷമം പരിഹരിക്കുന്നത്? ഭഗവാനാകുന്ന ആ ഒരു സപ്പോർട്ട്, എപ്പോഴുമുള്ള സഹായം ഓരോ വ്യക്തികൾക്കും സമ്മാനിച്ചുകൊണ്ട് ഭഗവാൻ അവരെ, ആ മക്കൾ ചെയ്ത കർമ്മങ്ങൾ, അവർക്ക് ഒരു ശരീരം കൊടുത്ത് ഭൂമിയിലേക്ക് വിട്ടപ്പോൾ അവർ ചെയ്തു കൂട്ടിയ നല്ല കർമ്മങ്ങളും മോശകർമ്മങ്ങളും മായയിൽപ്പെട്ട് എന്ന് പ്രത്യേകം പറയണം. അങ്ങനെ അജ്ഞതയിലൂടെ നാം നേടിയെടുത്ത പല മോശകർമ്മങ്ങളുടെയും ഫലമായിട്ട് നാം തന്നെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ, ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ, പല വിധത്തിലുള്ള ഭൗതികമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, മക്കളായ നമ്മൾ അജ്ഞത കൊണ്ട് ചെയ്തു കൂട്ടിയ നമ്മുടെ മക്കൾ, നമ്മുടെ ചെറിയ പ്രായത്തിൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ അച്ഛനമ്മമാർ അവരെ ചൊല്ലി വേദനിക്കില്ലേ? അവരെ തള്ളിക്കളയുമോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഭഗവാനും നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് നമ്മൾ മോശകർമ്മങ്ങളിലേക്ക് പെട്ടുപോയി അതിൻ്റെ അനന്തരഫലമായി നാം ഓരോ ജന്മവും ഓരോ നാമവും രൂപവും ഒക്കെ എടുത്തു വരുമ്പോൾ, അതാത് സമയങ്ങളിൽ അനുഭവിക്കേണ്ട കർമ്മങ്ങളുമായി വരുമ്പോൾ, ആ കർമ്മങ്ങൾ നമുക്ക് താങ്ങാൻ കഴിയാതെ വരുമ്പോൾ ഭഗവാനാണ് നമ്മെ സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മളെ ആ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറ്റുന്നത്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് മനസ്സ് സ്വസ്ഥമാകാൻ സഹായിക്കുന്നത്. ജീവിതത്തിൽ നേരെ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട അനുഗ്രഹം തന്ന് നമ്മളെ നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരുപാട് നല്ലത് ഓർക്കാനും ഒരുപാട് മോശം ഓർക്കാനും പലർക്കും കാണും. പക്ഷെ നമ്മൾ വിചാരിക്കും, വളരെ ദുഃഖിതമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ തന്നെയാണോ ഇതൊക്കെ, എങ്ങനെ എനിക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കില്ലേ? നാം തന്നെയല്ല തരണം ചെയ്തത്, നമ്മളിരിക്കുന്ന ഭഗവാനാണ് നമ്മെ അത് തരണം ചെയ്യുവാനുള്ള ശക്തി തന്ന് നമ്മെ കരകയറ്റിയത്. ഇപ്പോൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ള, വളരെ സ്നേഹമുള്ള, കരുതലുള്ള ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്കുണ്ടെന്ന് കരുതുക. ആ വ്യക്തി നഷ്ടപ്പെടുമ്പോൾ
അതുവരെയും പുറത്ത് പോയി മറ്റു കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ നോക്കാതെ, അല്ലെങ്കിൽ ഒരു സാധനത്തിന് എത്ര രൂപയെന്നറിയാതെ ജീവിക്കുന്ന ഒരു മകളെ പോലെ ജീവിക്കുന്ന എത്രയോ ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാരുടെ കെയറിങ്ങിൽ ജീവിക്കുന്ന. അവരുടെ ആ ഒരു ആൾ നഷ്ടപ്പെട്ടു. അവരെ കെയർ ചെയ്തുകൊണ്ടിരുന്ന, അവർക്ക് സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ കൊടുത്തുകൊണ്ടിരുന്ന ആൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ഈ സ്ത്രീയുടെ മക്കൾ, ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളോ ആയിക്കോട്ടെ, അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി, അവർക്ക് വേണ്ടി ഒരു പക്ഷേ ജോലി ഇല്ലാത്തവരാണ് ജോലി അന്വേഷിക്കും. അതല്ല സമ്പത്തുള്ളവരാണ് ആ സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം, അല്ലെ എന്താണ് ഒരു വീട്ടിൽ വേണ്ട സാധനങ്ങളുടെ വില പോലും അപ്പോഴായിരിക്കും അവർ വാങ്ങാൻ പോകുമ്പോഴായിരിക്കും അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങി തിരിച്ച് അവർ തന്നെ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ എനിക്കിങ്ങനെ ഒരു ദുഃഖം തന്നല്ലോ, ഇത്രയും വലിയ പരീക്ഷണം തന്നല്ലോ എന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതിനെ പോസിറ്റീവായിട്ട് കരുതുകയാണ് നാം ചെയ്യേണ്ടത്. കാരണം വലിയ പരീക്ഷകൾക്ക് വലിയ മാർക്കും വലിയ സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുകയുള്ളൂ. ചെറിയ പരീക്ഷകൾ, ടെസ്റ്റ് പേപ്പറുകൾക്ക് നമുക്ക് ഒരു ചെറിയ മാർക്കോ അല്ലെങ്കിൽ അതിന് വലിയ ഇമ്പോർട്ടൻസോ കിട്ടത്തില്ലല്ലോ. അതേസമയം ഒരു ഫൈനൽ എക്സാം, ഒരു 10th-ൻ്റെയോ 12th-ൻ്റെയോ ഒക്കെ ഫൈനൽ എക്സാം, അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വലിയ വലിയ പരീക്ഷകൾ, ഇതൊക്കെ പാസ്സാകുമ്പോൾ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കോൺഫിഡൻസ്, അല്ലെങ്കിൽ അതിന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുവാനുള്ള ആർജവം, അത് ചെറിയ പരീക്ഷകൾക്ക് കിട്ടുമോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള വലിയ ആർജവം നമുക്ക് തന്നെ ഇത്രയും കഴിവുണ്ടായിരുന്നു, എന്നിട്ട് ഞാനൊരു കുഞ്ഞിനെ പോലെ, ഒരു കുട്ടിയെ പോലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയാണ്. മറ്റുള്ളവർ കൊണ്ട് തരുന്നത് മാത്രം സന്തോഷിച്ച് അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ഞാൻ ആരാണെന്ന് തിരിച്ചറിയാൻ അല്പമെങ്കിലും കഴിയുന്നത് എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളിരിക്കുന്ന ആ ശക്തിയെ, നമ്മളിരിക്കുന്ന എനർജിയുടെ അപാരതയെ, കഴിവുകളെ നമുക്ക് ബോധ്യപ്പെടുത്തി ഒരു തുള്ളിയെങ്കിലും, ഒരു കണികയെങ്കിലും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമുക്ക് വലിയ വലിയ പരീക്ഷകൾ, പരീക്ഷണം പോലെ നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ വീണു പോവുകയില്ല. നമ്മൾ കുറേ ദിവസമൊക്കെ അതിലേക്ക് വീണ് ആകെ അങ്ങ് മഗ്നരായി പോകുമെങ്കിലും നമ്മൾ അതിൽ നിന്ന് കരകയറുമ്പോൾ നമ്മൾ പ്രത്യേക ഊർജം സ്വീകരിച്ചവരാകും. ഒരു പ്രത്യേക ഊർജം സ്വീകരിച്ചവരായിരിക്കും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, നമ്മുടെ ശ്രീമദ് ഭാഗവതം. അതിൽ ദേവഹൂതി ബിന്ദു സരസിൽ ചെന്ന് മുങ്ങിത്താഴ്ന്ന് വന്നപ്പോഴേക്കും ആ ശരീരത്തിൻ്റെ ജീർണതയും യൗവനത്തിൻ്റെ ആ നഷ്ടപ്പെടലും എല്ലാം മാറി സുന്ദരിയായി, യൗവനയുക്തയായി, എല്ലാ ശരീര സൗഭാഗ്യങ്ങളോടും ആ ഐശ്വര്യങ്ങളോടും കൂടി കയറി വന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മിൽ ഇരിക്കുന്ന എല്ലാ ക്ലേശങ്ങളും മാറാൻ വേണ്ടിയാണ് നമുക്കും ഓരോ പരീക്ഷകൾ തന്ന് അതിന് ഫുൾ മാർക്ക് മേടിക്കുവാനാണ് നാം അവിടെ ശ്രമിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അതിൽ ആ പരീക്ഷയിൽ തോറ്റു തൊപ്പിയിട്ട് എന്നെക്കൊണ്ട് ഇനി മുന്നോട്ട് പരീക്ഷ എഴുതാൻ വയ്യ, ഞാൻ ഈ പരീക്ഷ പേപ്പർ ചുരുട്ടി എടുത്ത് എറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ചാവാൻ പോവുകയാണ് എന്നും പറഞ്ഞു പോയി ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിന് ഭഗവാനെ തന്നെ കൂട്ടുപിടിക്കണം. ഭഗവാന്റെ ആ ഒരു സഹായം കൊണ്ട്, സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ആ കടമ്പകൾ കടക്കുന്നത്. നമുക്ക് കുഴഞ്ഞു വീഴാൻ തുടങ്ങുന്ന അവസരങ്ങളിൽ ഭഗവാൻ കൈത്താങ്ങായി കയറി പിടിക്കും. നമ്മൾ ഏകാദശി എടുക്കാൻ ഇത്തവണ ഗുരുവായൂർ പോയ എത്രയോ അമ്മമാർ, സ്ത്രീജനങ്ങൾ, സഹോദരിമാർ എല്ലാവരും ഉണ്ട്. അവർ കുഴഞ്ഞു വീണ് ഇപ്പോൾ വീണു പോകുമെന്ന കരുതിയ സമയങ്ങളിൽ ഭഗവാനല്ലേ എല്ലാവരെയും കൈപിടിച്ച് ഉയർത്തിയത്? അല്ലേ? അത് നമുക്ക് അനുഭവവേദ്യമാണ്. ഏതൊരു നിമിഷത്തിൽ നമ്മുടെ ശ്വാസം നഷ്ടപ്പെട്ടു പോകും എന്ന് തോന്നുമ്പോഴും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിരുന്നു ആ ഗുരുവായൂർ സംഭവം. ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഭഗവാന് അധിക കാലം വേണ്ട ഇതൊക്കെ തിരിച്ചു വരുവാൻ, ദിവസങ്ങൾ കഴിയുമ്പോൾ മാറ്റം വരും. കാരണം സാക്ഷാൽ ബ്രഹ്മ ചൈതന്യം, പ്രപഞ്ചനാഥനാണ് അവിടെ ഇരിക്കുന്നത്. നമ്മൾ ഉണ്ണിക്കണ്ണനായിട്ട് ആചരിക്കുന്നുവെങ്കിലും ഭഗവാൻ അതിരിതാത്തൊന്നുമില്ല. ഭഗവാനാണ്, ലോകനാഥനായ ഭഗവാനാണ് അവിടെ പ്രധാനം. അല്ലാതെ അവിടത്തെ അധികാരികൾക്കല്ല, ഭഗവാനെ സേവിക്കുന്നവർക്കല്ല. ഭഗവാൻ ഉണ്ടെങ്കിലേ അവിടെ സേവ നടക്കുകയുള്ളൂ, ഭക്തജനങ്ങളുടെ ഒഴുക്കുണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഭക്തജനങ്ങൾ അവിടെ കാണാൻ ചെല്ലുന്നത് ആരെയാണ്? അധികാരവർഗങ്ങളെയാണോ? അല്ലെ ഭഗവാനെ സേവിക്കുന്നവരെയാണോ? അല്ല, ഭഗവാനെയാണ് കാണാൻ ചെല്ലുന്നത്. അത് കാണാതിരിക്കാൻ ഭഗവാന് കഴിയുമോ? നമ്മൾ ഓരോരുത്തരും എത്രയോ ദൂരത്ത് നിന്ന് എത്രയോ ക്ലേശങ്ങൾ സഹിച്ച് ആ സന്നിധിയിൽ എത്തുമ്പോൾ ഞാൻ നിന്നെയൊന്നും കാണുന്നില്ല എന്നും പറഞ്ഞ് ഭഗവാൻ പുറം തിരിഞ്ഞ് നിൽക്കുമോ? ആലോചിച്ച് നോക്കൂ. ഒരിക്കലും നിൽക്കില്ല. ഭഗവാനെ കാണാൻ കഴിഞ്ഞില്ല എന്ന് വിഷമിച്ചു പോയ ധാരാളം പേരുണ്ട്. നമുക്കാണ് കാണാൻ കഴിയാഞ്ഞത്, നമുക്കാണ് ഭഗവാനെ കാണാൻ. നമ്മൾ അവിടെ നിന്നുകൊണ്ട്, വെളിയിൽ നിന്നുകൊണ്ടൊന്ന് എൻ്റെ കണ്ണാ, എൻ്റെ ഭഗവാനെ, എൻ്റെ ഗുരുവായൂരപ്പാ എന്നൊന്ന് വിളിച്ചാൽ മതി.
അവിടെ കണ്ടു കഴിഞ്ഞ് എന്തിനാ വിളിക്കുന്നത്? നമുക്ക് കാണുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞേ. പക്ഷെ ഭഗവാൻ കണ്ടത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ കണ്ടു നമ്മളെ. പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? എനിക്ക് 8 മണിക്കൂർ 4 മണിക്കൂർ നിന്നിട്ട് എൻ്റെ കണ്ണനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വിഷമിക്കേണ്ടതാ. നമ്മളെ ഭഗവാൻ എപ്പോഴേ കണ്ടു കഴിഞ്ഞ്. നമ്മൾ അവിടെ നിന്ന് വിഷമിച്ച് ക്യൂവിൽ നിന്ന് ശരീരക്ലേശം വന്ന അത്രയും ജനങ്ങളുടെയും സർവ്വ പാപങ്ങളും തീർന്നു എന്നാണ് ഞാൻ കരുതുന്നത്. പാപങ്ങൾ ബാക്കിയുള്ളവർ ഇനി അത് എരിച്ചു കളയുവാൻ അവരും ക്യൂവിൽ നിൽക്കേണ്ട ഒരു സമയം വരും. ഇപ്പോൾ വരുന്ന ഓരോ വിധികളും നോക്കൂ, ഗുരുവായൂരെ ഓരോ മാറ്റങ്ങളും നോക്കൂ. 3 ആനപ്പുറത്ത് ഭഗവാനെ എഴുന്നള്ളിക്കുന്ന ആ ശിവേലിക്ക് എഴുന്നള്ളിക്കുന്ന ആ മനോഹരമായ ദൃശ്യം എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെ ഒരു ദേവ സാന്നിധ്യമാണ്. ഏതൊരു ദേവ നാഗരിക ഒരു അവസ്ഥയിൽ ഒരു നഗരത്തിലെത്തി സത്യയുഗത്തിൽ ഭഗവാൻ കുടികൊള്ളുന്ന ഏതോ ഒരു യുഗത്തിൽ നാം എത്തിയ പോലെയാണ് രാത്രി ശിവേലി എന്ന് പറയുന്നത്. അവിടെ ആ 3 ആന വേണ്ടാന്ന് പറഞ്ഞത് വീണ്ടും ആ 3 ആനകൾ തന്നെ വരുവാൻ കോടതി നിർദ്ദേശിക്കുന്നു. നമ്മുടെ ഭഗവാന് നിയമങ്ങൾ നിശ്ചയിക്കുകയാണ് കോടതി ഇരിക്കുന്ന ജഡ്ജിമാരെ. ആലോചിച്ച് നോക്കൂ, കാലം എത്ര മോശമായി എന്ന്. ഭഗവാൻ ലോകനാഥനായ ഭഗവാൻ നിയമം നിശ്ചയിച്ചിട്ടുണ്ട് ഭൂമിയിൽ, മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും എല്ലാറ്റിനും. എന്നിട്ടും ഭഗവാനെ പൂജിക്കുവാനും ഭഗവാനെ ആരാധിക്കുവാനും ആചരിക്കുവാനും മനുഷ്യർ കീടങ്ങൾ, നമ്മളെപ്പോലെയുള്ള ഒരു ശ്വാസം മേലോട്ടെടുത്താൽ തിരിച്ചു വിടാൻ ശക്തിയില്ലാത്ത മഹാകീടങ്ങളാകുന്ന മനുഷ്യർ നിയമം നിശ്ചയിക്കുന്നു. ആലോചിച്ച് നോക്കൂ, എത്ര വൈകൃതമാണ് ഈ ലോകമെന്ന്. പക്ഷേ ഏത് വൈകൃതത്തിലും എത്ര മോശ കാലാവസ്ഥയിലും കാലങ്ങളിലും ഭഗവാൻ സന്തോഷത്തോടെ ചിരിതൂകി ആരുടെയൊക്കെ ഹൃദയത്തിലിരിക്കുന്നോ അവർക്ക് ഈ കാലത്തിൻ്റെ ഈ മോശകാലത്തിൻ്റെ കെടുതികളിൽ പെടാതെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ സാധിക്കുകയുള്ളൂ. എല്ലാവരും എല്ലാം വെട്ടിപ്പിടിക്കുവാൻ ഓടി നടക്കുമ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഏക ചൈതന്യം ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ തൊട്ടിട്ട് ഭഗവാന്റെ പത്മപാദങ്ങളിൽ തൊട്ട് വണങ്ങിയിട്ട് നിങ്ങൾ എന്തും ചെയ്തോളൂ, എവിടെയും ഓടിക്കുള്ളൂ, നിങ്ങൾ ആ ഓട്ടത്തിൽ ഒന്നാമതെത്തും. ഏത് കർമ്മങ്ങളിലും പ്രധാനികളായി മാറും. കാരണം നമ്മെ അറിയാതെ നാം കിടന്ന് ഓടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? എന്തിനാണ് ഈ മനുഷ്യപ്രാണികളെല്ലാം ഇങ്ങനെ കിടന്ന് ഓട്ടം നടത്തുന്നത്? ഒരു ദിവസം വീഴാനെ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. സമ്പത്ത് എത്രയോ ഒരു ജന്മം കൊണ്ടൊരു മനുഷ്യന് എത്ര സമ്പത്ത് ഉപയോഗിക്കാൻ പറ്റും, എത്ര ആഡംബരത്തിൽ ജീവിക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് മനുഷ്യൻ വിഭ്രാന്തി പിടിച്ച് അതൊരു ഭൗതിക ജീവിതത്തിൻ്റെ, അതായത് മായയുടെ ഒരു പിടിയിൽ പെട്ട് കിടക്കുകയാണ്. ആ മായയിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ മതി, അല്ലെങ്കിൽ ഇത്രയും ആയല്ലോ ഇനിയും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള ആ ഒരു ധർമ്മം ഭഗവാൻ തരട്ടെ എന്ന് ചിന്തിക്കണമെങ്കിൽ ആ ഓട്ടത്തിനൊരു ചെറിയ സ്പീഡ് കുറച്ച് ഭഗവാനിലേക്ക് കൊണ്ടുവരാനുള്ള മനസ്സ് വരണം. മരിക്കുന്ന ദിവസം വരെ ഓടി തളർന്നിട്ട് ഒരു ദിവസം ബെഡിൽ വീണ് മരിച്ചിട്ട് കുറേ ദിവസം ആശുപത്രിയിലെ ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്തോടെ ആ ജീർണിച്ച ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് എന്നിട്ട് ഒരു ദിവസം ഭസ്മമാകാൻ വേണ്ടിയിട്ട് മനുഷ്യൻ കിടന്ന് ഓടാതെ ജീവിതം ഒന്ന് എന്താണ് ഈ ഭൂമി, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഭൂമിയിൽ മനുഷ്യന് വേണ്ടി ഭഗവാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്? ഈ പ്രകൃതീശ്വരിയായ അമ്മ എന്തൊക്കെയാണ് ആസ്വദിക്കാൻ വേണ്ടി മനുഷ്യർക്ക് തന്നിരിക്കുന്നത്? ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എന്തിനൊക്കെയോ ആവശ്യമില്ലാതെ കിടന്ന് നെട്ടോട്ടം ഓടുകയാണ് ചെയ്യുന്നത്. ജീവിക്കുന്നതിന് ഓട്ടം വേണം. സ്പീഡിൽ ഓടിയാലേ ലക്ഷ്യസ്ഥാനത്തെത്തൂ. പക്ഷെ ലക്ഷ്യത്തിലെത്തിയതിന് ശേഷവും കിടന്ന് ഓടുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓരോരുത്തർക്കും അവനവന് ആർജിക്കുന്ന കഴിവും സമ്പത്തും ഒക്കെ ഭഗവാൻ നമുക്ക് തന്നെ തന്നിരിക്കുന്ന കഴിവ് കൊണ്ട് നമുക്ക് ആർജിക്കാൻ പറ്റും. ജീവിക്കുവാനുള്ള സാമാന്യ ജീവിതത്തിനുള്ള, അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിനുള്ളത് നമുക്ക് തന്നെ ഏൺ ചെയ്യാൻ കഴിയും. എന്നാലും നമ്മൾ അതിനെയും മറികടന്ന് പിന്നെയും ഓടുകയാണ് ചെയ്യുന്നത്. ഈ ഓട്ടപ്രയാണത്തിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ നടക്കുന്ന എല്ലാ തിന്മകളും, എല്ലാ പിടിച്ചുപറികളും അധർമ്മങ്ങളും ക്രൂരതകളും എല്ലാം സ്വാർത്ഥ ലാഭത്തിൻ്റെ പരമകോടിയിലെത്തുവാനുള്ള ആ മനുഷ്യൻ്റെ അദമ്യമായ ആ അഭിനിവേശത്തിൻ്റെ ഫലമാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ആസുരിക ജന്മങ്ങൾ ഭൂമിയിൽ ഉണ്ടാകണം. അത് നിലനിന്ന് ഭയങ്കരമായ ശക്തി പ്രകടനങ്ങൾ നടത്തണം. നീതിന്യായത്തെയും അധികാരത്തെയൊക്കെ ഇത് തകിടം മറിക്കണം. അപ്പോഴേ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഓരോ സജ്ജനങ്ങളും ഭഗവാനെ വീണ് കേണപേക്ഷിച്ച് ഇതിനൊരു അവസാനമില്ലേ ഭഗവാനെ എന്ന് ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി, കേണ് വിലപിക്കാൻ തുടങ്ങുമ്പോഴേ ഭഗവാന് ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അവതാരം ചെയ്യാൻ കഴിയൂ.
കംസൻ തൻ്റെ സഹോദരിയെയും ഭർത്താവിനെയും വിട്ടുകൊടുത്തു. നിങ്ങൾ പോയി സന്തോഷമായി ജീവിക്കൂ, 8ാമത്തെ കുഞ്ഞിനെ അല്ലേ എന്നെ കൊല്ലുവാൻ വേണ്ടിയിട്ടുള്ള ആളായി വരികയുള്ളൂ, അതുവരെയും എന്തിനാണ് ഞാൻ നിങ്ങളെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ധർമ്മബോധം തോന്നി വസുദേവരെയും ദേവകിയെയും കംസൻ വിട്ടു. പക്ഷേ നാരദ മഹർഷി പറഞ്ഞു, 8ാമത്തെ പുത്രൻ ചിലപ്പോൾ അതിന് മുമ്പായിട്ട് ജനിച്ചാൽ നീ എങ്ങനെ അറിയും കംസ എന്ന് ചോദിച്ചപ്പോൾ കംസന്റെ കുബുദ്ധിയിൽ ആ ചിന്തകൾ, ആ അധാർമികമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവുകയും, ശരിയാണ്, എന്നെ കൊല്ലാൻ വരുന്നവൻ നേരത്തെ എങ്ങാനും ജനിച്ചാലോ, ഞാനെങ്ങനെ അറിയും, അതുകൊണ്ട് ഇവരെ പിടിച്ച് ജയിലിലിട്ടിട്ട് ഇവരിൽ കൊണ്ടാകുന്ന കുഞ്ഞുങ്ങളെയെല്ലാം കൊല്ലണം, അപ്പോഴേ എന്ത് സംഭവിക്കുകയുള്ളൂ, എൻ്റെ കാലൻ ഇല്ലാതെയാവുകയുള്ളൂ എന്ന് തോന്നുകയും. എന്തിനാണ് നാരദ മഹർഷി ഇതൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള ദുർബുദ്ധികൾ കൊടുത്തത് എന്തിനായിരുന്നു? അങ്ങനെ കൊടുത്താലേ ഇയാളുടെ ജന്മമായി പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ ഭഗവാൻ വന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ. എവിടെയോ വളരുന്ന, കംസനിൽ നിന്ന് അകലെ വളരുന്ന, അമ്പാടിയിൽ വളരുന്ന കണ്ണനെ ഉത്സവം കാണുവാൻ വേണ്ടി, രഥോത്സവത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിളിച്ചുകൊണ്ട് വരുവാൻ കംസന് തോന്നിയത് എന്തുകൊണ്ടാണ്? എൻ്റെ മരണം എത്രയും വേഗം നടക്കണമെന്ന് കംസന് തന്നെ തോന്നിയത് കൊണ്ടാണ്. എനിക്ക് മോക്ഷഗതി ഭഗവാനിൽ നിന്ന് കിട്ടണം, എന്നാലല്ലേ അവിടെ ആ ദുഷ്ടനെ നിഗ്രഹിച്ചുകൊണ്ട് അവിടെ ശിഷ്ടജന പരിപാലനം നടത്തുവാൻ കഴിയൂ, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ആസുരിക ജന്മങ്ങളും കൂടി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായാലേ സത്വജനങ്ങളുടെ മനസ്സ് വേദനിക്കുകയും ആ വേദനയുടെയും ആ നിലവിളിയുടെയും നീറ്റൽ ഭഗവാനിലേക്ക് എത്തുകയും ചെയ്യുകയുള്ളൂ. അപ്പോഴേ അവിടെ തീരുമാനങ്ങൾ നടക്കുകയുള്ളൂ. കാലഗതി, ഇത് കലികാലത്തെ ഈ ഓരോ ദിവസവും ഒരു ദിവസമല്ല, ഒരു വർഷം എടുത്തു നോക്കൂ, ഒരാഴ്ച എടുത്തു നോക്കൂ, എത്ര വേഗമാണ് ഇതിങ്ങനെ കടന്നു പോകുന്നത്. പക്ഷേ 24 hours ഉണ്ട് ഓരോ ദിവസത്തിനും, നമ്മളത് അറിയുന്നു പോലും ഇല്ല. വളരെ വേഗം കാലം കടന്നു പോകുന്നു. ഈ നഷ്ടപ്പെടുന്ന കാലത്തിനിടയിൽ നാം ആർജിക്കേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ, ഒന്നേ ഒരു കാര്യം. ബാക്കിയെല്ലാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി, കാലത്തിൻ്റെ ഭാഗമായി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഈ ഒഴുക്കിനിടയിൽ നാം ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക. നമുക്ക് ഭഗവാനെ അറിയുവാനുള്ള ഈ ശരീരം കിട്ടുമ്പോൾ മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. അതിനുള്ള എല്ലാ സോഴ്സുകളും ഉപയോഗിക്കുക. എല്ലാ മാർഗത്തിലൂടെയും ഭഗവാനെ അറിയാൻ, ഭഗവാനിലേക്ക് എത്തുവാനുള്ള അദമ്യമായ ആഗ്രഹം വരണേ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ ജോലികളും ചെയ്തോളൂ. എവിടെ വേണേലും സഞ്ചരിച്ചോളൂ, ഏത് ആൾക്കൂട്ടത്തിനും പോയിക്കോളൂ. പക്ഷേ ഹൃദയത്തിൽ ഭഗവാനെ വേണം എന്നുള്ള ആഗ്രഹം നിലനിർത്തണം. ആ ആഗ്രഹത്തോടുകൂടി എല്ലാ കർമ്മങ്ങളുടെ ഇടയിലും ഭഗവാനെ അറിയുവാനുള്ള മാർഗങ്ങൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തന്ന് നമ്മുടെ ജീവിതത്തെ ഉള്ളതാക്കും, വളരെ ഫലപ്രദമാക്കും. നമ്മൾ മനുഷ്യരുടെ ഈ ഭൗതിക മോഹങ്ങൾക്ക് പിന്നാലെ ഓടുന്ന ഓട്ടം നിഷ്ഫലമാണ്. ഫലമുള്ള ജീവിതം വരണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണം. ഇവിടെ ആർജിച്ചതൊക്കെ ഇവിടെ ഇട്ടിട്ട് വെറും ഈ ശരീരം പോലും ഇവിടെ കത്തിച്ച് കളഞ്ഞിട്ട് പോവുകയല്ലേ നമ്മൾ. അപ്പോൾ ആ കത്തിച്ച് പോകുന്ന, നശിച്ചു പോകുന്ന ശരീരത്തിന് വേണ്ടിയാണോ നാം ഈ ഓട്ടമെല്ലാം ഓടേണ്ടതെന്ന് ആലോചിക്കണം. ആ ശരീരം ഇവിടെ നശിച്ചു പോകുമ്പോഴും അതിൽ ഞാനെന്ന് പറഞ്ഞ ബോധമുണ്ടായിരുന്നല്ലോ, ആ ബോധത്തിനെ കത്തിച്ച് കളയാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുമോ? പറ്റുമോ? ഇല്ല. അത് നഷ്ടപ്പെടുന്നുണ്ടോ? ആലോചിച്ച് നോക്കൂ. ശരീരമല്ലേ നഷ്ടപ്പെടുന്നുള്ളൂ. ആ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ശക്തി ഉണ്ടല്ലോ. ആ ശരീരമായിരുന്നു വലുതെങ്കിൽ ആ ശരീരത്തിന് അവിടെ ഇങ്ങനെ കിടക്കുമ്പോഴും ശരീരം അവിടെ ഉണ്ടല്ലോ. അതിൽ നിന്ന് ഏതോ ഒരാൾ പോയത് കൊണ്ടല്ലേ അവിടെ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ടും ശരീരം അവിടെ ഉണ്ട്. അപ്പൊ ശരീരമാണോ യഥാർത്ഥത്തിൽ ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ചിന്തിക്കുക. ശരീരമല്ല, ശരീരത്തെ കൊണ്ടു നടക്കുന്ന അദമ്യമായ, വളരെ അനർഘമായ, അതുല്യമായ ഒരു ശക്തി വിശേഷം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ആ ശക്തി എല്ലാവരിലും ഒന്നു തന്നെയാണ്. ഇപ്പൊ എല്ലാ മതക്കാരും ശ്വസിക്കുന്ന വായു ഒന്നല്ലേ? ഇസ്ലാമിന്, ക്രൈസ്തവന്, സനാതനിക്ക് പ്രത്യേകം വായു ഉണ്ടോ? പ്രാണവായു ഉണ്ടോ ശ്വസിക്കാൻ? ഇല്ലല്ലോ. നമ്മൾ ഒരേ പ്രാണവായുവാണ് എല്ലാവരുടെയും ഉള്ളിലൂടെ കടന്നു പോകുന്നത്. അതുപോലെ ഒരേ ശക്തിയാണ്. ഇപ്പോൾ വൈദ്യുതി ഓരോ ഉപകരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിന് വ്യത്യസ്തമായ കർമ്മങ്ങളാണ് അതാത് ഉപകരണങ്ങൾ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മിൽ ഇരിക്കുന്ന ഈ ഓരോരുത്തരിലും ഇരിക്കുന്ന ആ ബോധം, ആ ചൈതന്യം, ആ എനർജി നമുക്ക് ഓരോരോ കർമ്മങ്ങൾ നമ്മൾ ഇപ്പോൾ എനിക്ക്
എന്നിലൂടെ അത് കടന്നു പോകുമ്പോൾ എൻ്റെ രൂപവും നാമത്തിലും ഞാൻ ഓരോ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. മറ്റൊരാളിലേക്ക് അത് കടന്നു പോകുമ്പോൾ ആ വ്യക്തിയുടെ കർമ്മവുമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി കൊണ്ട് മിക്സി പ്രവർത്തിക്കുന്നത് പോലെയാണോ AC പ്രവർത്തിക്കുന്നത്? രണ്ടും രണ്ട് കർമ്മങ്ങളല്ലേ അതിനുള്ളത്. അതുപോലെ തന്നെയാണ് ബൾബ് അല്ല. അപ്പോൾ ഓരോന്നിനും ഓരോ മനുഷ്യരിലെ ഓരോ ജീവിക്കും, മനുഷ്യൻ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളിലും ഈ എനർജി കടന്നു പോകുമ്പോൾ വ്യത്യസ്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ വേണ്ടി ഓരോ മനുഷ്യരെയും പ്രാപ്തമാക്കുകയാണ് എനർജി. അതുകൊണ്ടാണ് ഒരുത്തൻ്റെ കർമ്മമല്ല, അല്ലെ ഒരാളുടെ കർമ്മമല്ല അടുത്ത ആളിന് ചെയ്യാനുള്ളത്. ഓരോ കർമ്മമാണ്. മിക്സിയുടെ കർമ്മമാണോ AC-ക്കുള്ളതും അല്ലെങ്കിൽ ട്യൂബിനുള്ളതും അല്ലെ വേറെ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾക്ക് ഫ്രിഡ്ജിനുള്ളതും ഒക്കെ ഓരോന്നും ഓരോ ജോലിയല്ലേ ചെയ്യുന്നേ. അതുപോലെ തന്നെയാണ് മനുഷ്യർ ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ, ഓരോ ജോലികൾ, ഓരോ ഡ്യൂട്ടികളുണ്ട്. ഭൂമിയിലേക്ക് അതാത് രൂപത്തിൽ അവതാരം ചെയ്തു വരുമ്പോൾ, ആ ശരീര രൂപത്തിൽ നമ്മൾ ഭൂമിയിലേക്ക് അവതരിക്കുമ്പോൾ നമുക്ക് ഓരോ കർമ്മങ്ങളാണ്, ഓരോ ജോലികളാണ് നമ്മെ ഏൽപ്പിച്ചു വിട്ടിരിക്കുന്നത്. പക്ഷേ അതിലെല്ലാം വൈദ്യുതി പ്രവർത്തിക്കുന്നത് പോലെ അതിലെല്ലാം ഒരേ ഒരു എനർജിയാണ് പ്രവർത്തിക്കുന്നത്. ഈ ശരീരം വിട്ടുപോകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു മിക്സി വർക്ക് ചെയ്യാതിരിക്കുന്ന അവസരത്തിൽ അതിൽ എനർജി പ്രവർത്തിക്കുന്നില്ല, അത് കേടായിപ്പോയി, അത് വർക്ക് ചെയ്യുന്നില്ല എന്ന് കരുതുക. അപ്പോൾ അതിൽ എനർജി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ശരീരം അതിൽ നിന്ന് ബോധം നഷ്ടപ്പെട്ടു പോയി, ശരീരം ക്ലേശഭരിതമായി നിശ്ചലമാകുമ്പോൾ ബോധ ചൈതന്യം അതിൽ നിന്ന് നഷ്ടപ്പെടുകയും നമ്മുടെ കർമ്മം അവിടെ തീരുകയും ചെയ്യുന്നു. ഈ തീർന്നു പോകുന്ന കർമ്മങ്ങൾക്ക് മുന്നേ, ശരീരം പെട്ടുപോകുന്നതിന് മുന്നേ നാം പരമാവധി എന്തിനാണ് വന്നതെന്നുള്ള ലക്ഷ്യം മനസ്സിലാക്കി ആ തത്വത്തിലൂടെ അത് മനസ്സിലാക്കാനുള്ള മാർഗങ്ങൾ, ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, സത്സംഗങ്ങളിൽ ഏർപ്പെടുക. പാരായണം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ശ്രവിക്കുക, പുരാണ ശ്രവണം ചെയ്തത് മനനം ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ നിരന്തരം ഭഗവാന് വേണ്ടിയല്ല, അത് നമ്മെ അറിയുവാൻ വേണ്ടി, ഭഗവാൻ എവിടെ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് നാം അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എവിടെ ഇരിക്കുന്നു ഭഗവാൻ എന്നല്ലത്, എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്നത് ഏക ചൈതന്യമാണെന്നുള്ള പരിപൂർണമായ തത്വം മനസ്സിലാക്കിയാൽ, ഈ തത്വം ഗഹനമാക്കാതെ ലളിതമായി മനസ്സിലാക്കാനുള്ള ആ ഒരു വിദ്യ ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. ഹൃദയം ഒന്ന് തുറന്നിതൊന്ന് കേട്ടാൽ മതി, എല്ലാവരുടെ ഹൃദയത്തിൽ അത് പിടികിട്ടും പെട്ടെന്ന്. ആ പിടി കിട്ടാൻ വേണ്ടിയാണല്ലോ ഭഗവാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ വരുത്തുന്നത്. അല്ലാതുള്ളവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. അവരെത്ര ജന്മങ്ങൾ എടുത്താലും ഇങ്ങനെ പറയുന്ന കാര്യങ്ങളോ സത്സംഗങ്ങളോ പ്രഭാഷണങ്ങളോ ഒന്നും ആരും ശ്രദ്ധിക്കില്ല. ഇത് ശ്രദ്ധിക്കുന്നത് തന്നെ ഭഗവാന്റെ ഒരു ശ്രദ്ധ കിട്ടിയവർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള പുണ്യാത്മാക്കൾ ഏറ്റവും നല്ല ഗതിയിൽ ഭഗവാനിലേക്ക് എത്തുവാൻ, ഭഗവാനെ തിരിച്ചറിഞ്ഞ് സമാധാനത്തോടെ മനസ്സിന് പൂർണ്ണ ശാന്തിയോടെ ജീവിക്കുവാൻ എല്ലാവരെയും ഭഗവാനും ദേവിയും ഒക്കെ അനുഗ്രഹിക്കട്ടെ. സർവകർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.